ഇന്ന് ഞാനും അലക്സയും കൂടെ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയി. ഞാനേ ഇങ്ങനെ അഭിനയിക്കാനായിട്ട് ഒരാളെ തപ്പി നടക്കുമായിരുന്നു, പക്ഷെ എനിക്ക് നായിക കിട്ടിയില്ല. എൻ്റെ നായികയാകാൻ വരാവും. Let me explain. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരാഗ്രഹം. അങ്ങനെ ഞാനുള്ള ഡയറക്ടർമാരോടെല്ലാം ചാൻസ് ചോദിച്ചു. ചേട്ടൻ അടുത്ത സിനിമയിലെ എനിക്ക് എന്തേലും ഒരു ചാൻസ് തരാൻ പറ്റുമോ? മിസ്റ്റർ മോഹൻ, നിങ്ങളുടെ നടനാണ് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ കേട്ടോ. അതിപ്പോ ഏക്കൂല അല്ലേ? ഇല്ല. അതാ നീ നടനാകൂടാ. നിനക്ക് അതിനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ആരും തന്നില്ല. ഐ ഹാവ് എൻ ഐഡിയ. ചാൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ സ്വന്തമായിട്ടൊരു പടം പിടിക്കാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എനിക്കൊരു ഹീറോയിൻ വേണം. പക്ഷെ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് കേട്ടിട്ടില്ലേ? ഞാൻ കണ്ടടാ എൻ്റെ ഡ്രീം ഗേളിനെ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു. എൻ്റെ നായിക ഒരു ചെറിയ കൂട്ടിലാണ്, സ്നേഹക്കൂട്. ഈ സ്നേഹക്കൂട് എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമാണ്. ഓൾഡ് ഏജ് ഹോം അല്ല, അതൊരു വലിയ വീടാണ്. ആ വീട്ടിൽ എല്ലാവരും ഉണ്ട്. 1 2 3. ഓൾഡ് ഏജ് ഹോം എന്ന് പറയുമ്പോഴുള്ള സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഞാനും ചെറുതും കൂടെ നേരെ സ്നേഹക്കൂട്ടിലേക്ക് പോയി. എവിടെയാ പോകുന്നതെന്ന് അറിയാമോ നമ്മള്? അവിടെ ആരാ ഉള്ളേ? ആണല്ലോ ദൈവമേ. വേറെ ബാക്കി പറ. എന്തിനാ അവിടെ പോകുന്നേ? എന്തിനാ? നമ്മൾ സ്നേഹക്കൂട്ടിലെത്തി. അങ്ങനെ ഞങ്ങള് സ്നേഹക്കൂട്ടിലെത്തി. ഇവിടെ ടോട്ടല് 100ഓളം അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അതിൽ കുറെ പേര് പാട്ടും പാടും ഡാൻസും കളിക്കും. ഞാൻ ചെന്നപ്പോ തന്നെ ഒരാൾക്ക് പാട്ട് പാടണം. പാട്ട് പാടിക്കോ? പാമ്പുകൾക്കു മാളമുണ്ട്, പറവൾക്കു കാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്ക മണ്ണിനിടമില്ല. പിന്നെ എൻ്റെ ബാക്കി പാടി. പിന്നെ ബാക്കി പിന്നെ എടുക്കാം. ഓക്കെ. പിന്നെ ഞാൻ വൈകുന്നേരം വരും. നമ്മൾ പാട്ട് പാടിയിട്ടേ പോകത്തുള്ളൂ. അവിടെ നമുക്ക് ടോട്ടൽ 4 ടാസ്ക് ചെയ്യാനുണ്ട്. ടാസ്ക് നമ്പർ 1, അവിടെയുള്ള അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും മാക്സിമം ഹാപ്പി ആക്കണം. അതിനുവേണ്ടി അലക്സയുടെ വക പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. നമുക്ക് എല്ലാരും കണ്ടിട്ട് വരാം. എല്ലാരും കണ്ടിട്ട് ഏതാ പാട്ട് വേണ്ടെന്ന് ചോദിക്കാം. കൈ പിടി. ഏത് പാട്ടാ പാടണ്ടേ? അവിടെയുള്ള എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടി ഒരാൾ സ്റ്റേജിലേക്ക് കയറി. അയ്യോ, പാട്ട് പാടിക്കോ. ഞാൻ പിടിക്കാവേ. പാടിയോ? പാടിയോ? അത്രയും നേരം വെറുതെ ഇരുന്നവര് വരെ പിന്നെ ചിരിക്കാൻ തുടങ്ങി. പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കേ. നമുക്ക് അമ്മൂമ്മമാരെ പരിചയപ്പെടാം. യെസ്, ഇതാണ് എനിക്ക് അവരെ അപ്രോച്ച് ചെയ്യാനുള്ള കറക്റ്റ് ടൈം. അതിന് എൻ്റെ കയ്യിൽ ഇന്നലെ കാണാതെ പഠിച്ച 2 കോമഡി ഉണ്ട്. എനിക്ക് വേറൊരു കോമഡിയും കൂടെ കിട്ടിയിട്ടുണ്ട്, പറയട്ടെ? അമ്മ പത്തനംതിട്ടയ്ക്കും തിരുവനന്തപുരത്തിനും ഇടയ്ക്കാണോ? അതെല്ലേ? കാരണം എന്താണെന്നറിയോ? കാരണം അമ്മ കൊള്ളാം. കൊല്ലമല്ലേ? കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ മെന്റലിസ്റ്റാ, എനിക്ക് മനസ്സിലാവും. ഓക്കെ. തമിഴ്നാടാണോ? അടിപൊളി. തൂത്തുക്കുടി. വിദ്യാനികേതൻ കോളേജിൽ സെക്യൂരിറ്റി ആയിട്ടുണ്ട്. ഓ, എനിക്ക് തമിഴ് തെരിയും. തമിഴിൽ പേസലാമേ. ഇനി നന്നായിട്ട് അഭിനയിക്കുന്ന 2 പേരെ കണ്ടുപിടിക്കണം. ഓഡീഷൻ. ഞാനേ ഇങ്ങനെ
അഭിനയിക്കാനായിട്ട് ഒരാളെ തപ്പി നടക്കുമായിരുന്നു. പക്ഷെ എനിക്ക് നായിക കിട്ടിയില്ല. എൻ്റെ നായികയാകാൻ വരാവും. സ്റ്റാർ ആവണം, സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്കൊരു ചാൻസ് മേടിച്ചു തരണം. ഇടി മേടിച്ചിട്ട് ഏറ്റു പോകണ്ടായി. ഞാനിപ്പോ ആരെ അഭിനയിക്കാൻ വിളിക്കും? ഇവിടെ ഇത്രയും പേരുണ്ടെങ്കിലും അഭിനയിക്കാൻ ചിലർക്ക് നാണമാണ്. പക്ഷെ അവസാനം ഞാൻ രണ്ടുപേരെ കണ്ടുപിടിച്ചു. അഭിനയിക്കാൻ വരാമോ? അയ്യോ സത്യമാണ്. ഞാനപ്പം എനിക്ക് അഭിനയിക്കാൻ വേണ്ടി നായിക തപ്പി നടക്കുമായിരുന്നു. നായിക കിട്ടിയില്ല. അവസാനം എനിക്ക് നായിക കിട്ടി. ഇതാണ് എൻ്റെ നായിക, കാർത്തുമ്പി. ആ പോയി നമുക്ക് കോസ്റ്റ്യൂം ഇട്ടിട്ട് വരാം. കൂട്ടുവരാം. ഞാനാരാന്നറിയോ? ഞാൻ മാണിക്കൻ. ഓക്കെ അല്ലേ? ഈ അപ്പൂപ്പനാണ് നമ്മുടെ വില്ലൻ. അപ്പൂപ്പൻ്റെ പേരെന്നാ? ജേക്കബ്. ജേക്കബ് അപ്പൂനാണ് നമ്മുടെ വില്ലൻ. കുതിരവട്ടം പപ്പുമായിട്ട് അഭിനയിക്കുന്നത്. നമുക്ക് പൊളിക്കണം, പൊളിക്കണം. കുറെ ടേക്കു. ആക്ഷൻ. ആക്ഷൻ. പിന്നെ എന്തിനാ കാശണ്ണി മേടിച്ചത്? ആര്? ഏതോ ഒരു കളവൻ, ഒരമ്മ. കുഴപ്പമില്ല, എന്നെ മുഖത്തേക്ക് പറഞ്ഞാൽ മതി. താനാരാണെന്ന് തനിക്കറിയാം. ആദ്യം തൊട്ട് പറയണം. താനാരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്കും താനാരാണ്. അത് പറയണം കേട്ടോ. ഞാൻ പറയാനേ. എന്റെ അമ്മാവൻ കാശ് വാങ്ങിയതല്ല ഞാൻ പറഞ്ഞാലുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? താനാരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ, എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ഞാൻ അമ്മാവാ. അങ്ങനെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു. വില്ലൻ എന്തി അടിപൊളിയായിരുന്നു. സൂപ്പർ. പാക്കപ്പ് ബാക്ക് ഒന്ന് ഇറങ്ങി നോക്കിയാ പയ്യ വീടാണ്. ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഇവർ രണ്ടുപേരുമാണ്, ശ്രീഹരിയും ജിതിനും. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. എവിടെ? പോയി. അപ്പൂപ്പന് എനിക്ക് 27 വയസ്സായില്ലേ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ? ലൈഫ് അഡ്വൈസ്. നല്ല ആളായിട്ട് ജീവിക്കും. അത്രേ ഉള്ളൂ. പറ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ പറയണ്ടേ? എന്തെങ്കിലുമൊക്കെ പറ. എന്തെങ്കിലും ഒരു ഉപദേശം താ. ഉപദേശം? ആ, ഒന്ന് നന്നാവാൻ വേണ്ടിട്ടാ. ശരീരമല്ല, വേറെ എന്തെങ്കിലും. നന്നായേ. ആ, സ്വഭാവം നന്നായെന്ന് പറയുന്നത്. സ്വഭാവം നന്നാവും. ഇപ്പം മോശമാണെന്നാണോ? ഇപ്പം ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇപ്പൊ കണ്ടില്ല. ചിലപ്പോ കാണും, പറയാൻ പറ്റില്ല. മനുഷ്യനല്ലേ, എന്തും വെള്ളം മനുഷ്യനല്ലേ, ദൈവമൊന്നുമല്ലല്ലോ. അല്ലല്ലോ, ദൈവത്തിനല്ലേ അല്പം അതോ കാണും. കുഴപ്പമുണ്ട്. കൂടുതലല്ലേ നമ്മൾ. അതെ. നാണോ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കറിയത്തില്ല. ഒന്നും പറയും. അമ്മയ്ക്ക് എന്നാ പറയാനുള്ളത്? പറഞ്ഞോ. എനിക്ക് പറയാൻ ഒരു കാര്യമില്ല. നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അവസാനമായിട്ട് എനിക്ക് ഒരാളുടെ പാട്ടും കൂടെ കേൾക്കാനുണ്ട്. ഞാൻ ഇവിടുന്ന് പോകാൻ പോവാണ്. അപ്പം ഒരാൾക്ക് ബാക്കി പാട്ടും കൂടെ പാടണം എന്ന് പറഞ്ഞു. പാട്ട് പാടാം. പാട്ട് പാട്. ആ, പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. പിന്നത്തെ എനിക്ക് അറിയൂടാ, അതുകൊണ്ടാ. കുഴപ്പമില്ല, അടി നന്നായിട്ടുണ്ട്. നാളെ വരുമോ? വരാം, അടുത്ത ദിവസം വരാം. വരുമല്ലോ, തീർത്ത് ഉറപ്പായിട്ടും വരും. ആ, എന്നാ എൻ്റെ ബാക്കി ഇതങ്ങ് വെട്ടിക്കള. ആ, വെട്ടിക്കളയാ. ഓക്കെ, അല്ല വരുമല്ലോ. ആ, റെഡി റെഡി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഈ ശരിക്കുമുള്ള ഓൾഡ് ഏജ് ഹോം ഏതാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് ചിലപ്പോൾ നമ്മുടെ വീട് തന്നെയായിരിക്കും. കാരണം മജോറിറ്റി വീടുകളിലും നമ്മുടെ അച്ഛന്മാരും അമ്മമാരും ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്കിരിക്കുന്നത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. അതിലും നല്ലത് എല്ലാവരും ഉള്ള ഈ ഒരു വലിയ വീടാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അവിടെയുള്ള ഒരു അമ്മ എന്നോട് പറഞ്ഞതാണ്. ഞാൻ പോയിട്ട് വരട്ടെ. വരും വരും വരും. പക്ഷെ ദൈവം എന്തെങ്കിലും ഒരു അയ്യോ, കണ്ണാടി എടുക്കാൻ പറഞ്ഞു. അമ്മ
ഹൂ.